ഹലോ, അപ്പോൾ ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്നത് പ്രീ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് അലമാരയിൽ വെച്ച് പൂട്ടിക്കെട്ടി വെച്ചിട്ടാണല്ലോ കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എടുത്തിട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് പറയണേ. അതുമാത്രമല്ല ഇതാണോ മറ്റേതാണോ ഹെയർ സ്റ്റൈൽ ഡ്രസ്സ് എന്ന് പറയണേ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ. ഞാൻ വാങ്ങിയിരിക്കുന്നത് ലുലു സാരീസ് എന്നാണ് കേട്ടോ. തലശ്ശേരിയിലുള്ള ലുലു സാരീസ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി കേട്ടോ. ഞാനൊരിക്കൽ വൺ ടൈം യൂസാണ്, ഞാൻ ഒറ്റയൊരിക്കൽ യൂസ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ സിബ് വരുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അരഭാഗത്ത് കെട്ടി വെക്കുന്നതാണ് കേട്ടോ. റിബണുള്ളത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് റിബൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ അടിപൊളി വർക്കാണ് കേട്ടോ. നല്ല സിൽവറും ഗോൾഡും ആയിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അംബ്രല സ്കേർട്ടും പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പറ്റുന്നൊരു ഭാഗം കണ്ടു, അതുള്ളത് കൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് താങ്ങാൻ പറ്റുന്ന വെയിറ്റാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളൊരു അംബ്രല സ്കേർട്ട് പിന്നെ 2-3 ലൈനിങ് അതാണ് ഉള്ളത്. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് നല്ല വർക്കാണ് കേട്ടോ. ഒന്നും ബീഡ്സിൻ്റെ വർക്കൊന്നുമില്ല, എല്ലാം നല്ല നോർമൽ വർക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറയുന്നത് ഫുൾ മിറർ വർക്കാണ് കേട്ടോ. കുട്ടി മിറർ വർക്കായിട്ട് നല്ല അടിപൊളിയാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വർക്കുള്ളൂ കേട്ടോ, ബാക്കിൽ വർക്കൊന്നുമില്ല. ബാക്കിൽ ചെണ്ടുണ്ട് കേട്ടോ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് റൗണ്ട് നെക്കാണ്, സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അറിയാം നമ്മളെ ബ്രസ്സിൻ്റെ പോർഷനിൽ നമുക്ക് ഒരു സ്പോഞ്ച് ഉണ്ട് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പോഞ്ച് ഉണ്ട്. പിന്നെ കൈ വരുന്നത് ഹാഫാണ്, ഫുള്ളില്ല കേട്ടോ. നമുക്ക് വേണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് അതിൻ്റെ കൈ വേണ്ടെങ്കിൽ പോർഷൻ എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ വരുന്നത് ഷോളാണ്. ഷോൾ എന്ന് പറയുമ്പോൾ വലിയ നീളമൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം 2-3 മോഡലിൽ ഇടാൻ പറ്റും. വലിയ സാരി പോലൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രത്തോളം എത്തുമെന്ന് തോന്നില്ല. ഷോളിൻ്റെ 2 സൈഡിലായിട്ട്, 4 സൈഡിലായിട്ട് നമ്മളെ ബ്ലൗസിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ചെണ്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട്. ഞാനിപ്പോൾ ഷോൾ ഇട്ടിട്ട് ഏതൊക്കെ മോഡൽ ഇടാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 6000 രൂപയാണ് കേട്ടോ. അപ്പോൾ 2 വർഷം മുന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 2 വർഷം മുന്നേ ആണെങ്കിൽ ഞാൻ ഒറ്റ മാത്രമേ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ, പരക്കിയിട്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് അലമാരയിൽ സേഫായിട്ടും വൃത്തിയായിട്ടും ഞാൻ അലമാരയിൽ വെച്ച് പൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് വിട്ടുവോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, എല്ലാം നല്ല വൃത്തിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. റെൻറ്റിന് വേണ്ടുന്നവർക്ക് അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സെയിലിനാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ സെയിൽ പ്രൈസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറയാം കേട്ടോ. പിന്നെ വെച്ചാൽ അന്നത്തെ പരിപാടീൻ്റെ കൂടി വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ചെറിയ ഈവനിങ് വ്ളോഗായിട്ട് ചെറിയൊരു പാർട്സ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ ഹസ്സിൻ്റെ അമ്മ ഒരു പീഠം കൊടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത്. അമ്മ മാത്രമല്ല, അമ്മേൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്. അവരുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ഈ പീഠം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ് പീഠം, ആ കാവിലേക്കാണ് പീഠം കൊടുത്തിട്ടില്ല. പീഠം കണ്ടോ നിങ്ങൾ, ഇതാണ് പീഠം. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയിലും ഐശ്വര്യത്തോടെ ആ പരിപാടി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് കേട്ടോ ചെയ്യുന്നത്. അവരെന്തൊക്കെയോ അതിന് ചടങ്ങുകളുണ്ട്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.